ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ കുളിച്ച് ഫ്രഷ് ആയി റെഡി ആയി. ബാക്കിൽ ഞങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അമ്മ റെഡി ആവുന്നതേ ഉള്ളൂ. അമ്മ പല്ലിയേക്കാൻ പോയിട്ടുണ്ട്. പിന്നെതാ മിന്നുവേട്ടനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മിനെ വേഗം റെഡി ആയിട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 9 മണിയാണ് പറഞ്ഞത്, ഇപ്പോൾ 9 മണി ആയാണ് കേട്ടോ. 9:10. അപ്പോൾ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിന് ശേഷം എനിക്കൊന്ന് 12 മണിയാകുമ്പോൾ തോന്നുന്നു നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത്. 12 മണിയാകുമ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് ഷിപ്പിലെ പകലിലുള്ള ഒരു വ്യൂ എങ്ങനെയാണെന്നില്ല ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേഗം നമുക്ക് ചാടിക്കാൻ പോകാം. നിങ്ങൾക്ക് റൂമിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. അടിപൊളിയാണ്, സെറ്റാണ് സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ലോഹ ടൈം കേട്ടോ. ഞങ്ങൾ വഴിതെറ്റി. വഴിതെറ്റിയതല്ല, ഞങ്ങൾക്ക് വഴിതെറ്റി. ഒരു വെള്ളിച്ചനും കൂടി ഹെൽപ്പ് ചെയ്ത് കണ്ടെടുത്ത് തന്നു. മനോട്ടനാണെങ്കിൽ കാണാനില്ല. മനോട്ടനും സുനിയേട്ടനും ഇഡലിയും ചമ്മന്തിയും സാമ്പാറുണ്ടായിരുന്നു, ആലു പൊറാട്ട ഉണ്ടായിരുന്നു, എന്തെല്ലാം ഉണ്ടായിരുന്നു. നല്ല ഫുഡ് കേട്ടോ. നമ്മളിപ്പോൾ ഏറ്റവും മുകളിലേക്ക് ഖത്തറിന്റെ തീരങ്ങളിലേക്ക് എടുക്കുന്നു ഗൈസ്. അതെ അതെ അതെ. നല്ല വെയിൽ, നല്ല വെയിൽ. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല, കാരണം വെയിലേറിനൊക്കെ കണ്ണുറക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഗൈസ് എല്ലാവരും നമ്മളെന്നെ നോക്കുന്നത്. ക്യാരറ്റ്, കക്കരിക്ക, പൈനാപ്പിൾ, ഇതാണ് നമ്മൾ വന്ന കപ്പല്. നല്ല കാലാവസ്ഥ, നല്ല കാലാവസ്ഥ. സൂര്യനെ നോക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിലേക്ക് ആ ചൂട് നല്ല തണുത്ത കാറ്റും നല്ലൊരു ചൂട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കാലാവസ്ഥ. അമ്മ ഇനി അമ്മ ഇതെന്തോ കൈറ്റ് ഫെസ്റ്റിവൽ നടത്തുന്നത് പുറത്ത് നല്ല രസം വരുന്നുണ്ട്. നമ്മളങ്ങനെ ഖത്തറിൽ എക്സ്പ്ലോർ ചെയ്യാൻ നടക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു. നല്ല നല്ല രസമുണ്ട് കാണാൻ അല്ലേ? നല്ല ഭംഗിയുണ്ട്. നല്ല ഒരു ശാന്തി സമാധാനം. പിന്നെ വലിയ സിറ്റി ആയിട്ട് കുറച്ചപ്പുറത്താന്ന് തോന്നുന്നു സിറ്റി അല്ലേ? വലിയ ബിൽഡിംഗ് അത്ര ഇതിനേക്കാളും വലുതൊന്നും കാണുന്നില്ല. ഒരു ദുബായ് ടച്ച് വരുമായിരിക്കും, പക്ഷെ നല്ലൊരു ഒരു ട്രഡീഷണൽ. ഇങ്ങനെ ട്രാഫിക് ഒന്നും കാണുന്നില്ല. അല്ലെ ഒരു ട്രഡീഷണൽ ടൈപ്പ് ബിൽഡിങ്സും വലിയ ഹൈറ്റ് ബിൽഡിങ്സും ചെറിയ ചെറിയ ഒരു പെയിന്റിങ് വെച്ചൊരു വീടുകൾ
അങ്ങനത്തെ ഒരു ഇത് ഉള്ളത്. നമ്മിപ്പം ഒരു ഷട്ടിൽ സർവീസ് ചെയ്യുന്ന ഒരു ബസ് ഉണ്ടായി. ആ ബസ്സിലാണ് വന്നത്. വന്നിട്ട് നമ്മളിവിടെ ഇറങ്ങി. സിറ്റിയുടെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടെ എന്തോ ഒരു സ്പോട്ട് കാണാനുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒന്നും കൂടി വേറൊരു സ്ഥലം കൂടി കാണാൻ പോകും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷിപ്പിലേക്ക് പോകും. നെറ്റ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റാറ്റസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേ ഉള്ളൂ. നെറ്റ് ഉണ്ട്. ഞങ്ങൾ നെറ്റ് എക്സ്ട്രാ $27 മറ്റും കൊടുത്തിട്ട് വാങ്ങിച്ചു. ഒരു സമയത്ത് ഒരു ഡിവൈസ് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഉപയോഗിച്ച് നെറ്റ് ഇല്ലെങ്കിൽ വേണ്ട, അതിനായിട്ടാണ് യൂസ് ചെയ്തത്. ഇത്ര നേരം നമ്മൾ പോർട്ട് വൈഫൈ യൂസ് ചെയ്തു. മോന്തൊന്നും കാണുന്നില്ല. ഞങ്ങളെ കാണുന്നുണ്ടോന്ന് പോലും നമുക്ക് അറിയുന്നില്ല. പണ്ട മാതിരി ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ അടുത്ത് ഏതോ ഒരു സ്പോട്ട് ഉള്ളത് കാണാൻ പോകുന്നത്. സൂക്ക് വാക്യത്തിലാണ്. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ലൈക്ക് സെയിം നമ്മുടെ ദുബായ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഖത്തറിൻ്റെ മൊത്തം ഓൾഡ് ഖത്തറിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗൈസ്, ഇപ്പം നിങ്ങൾ കാണുന്നത് അർച്ചന മേരത്തിൻ്റെ ഫോട്ടോഷൂട്ടാണ്. ആ ചിരി നോക്കൂ. അങ്ങനെ നമ്മൾ തിരിച്ച് ഷിപ്പിലേക്ക് വന്നിട്ട് ഒന്ന് ഫ്രഷായി കുറച്ച് റെസ്റ്റെല്ലാം എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴത്തേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് പോയി കിടന്നുറങ്ങി. കാരണം മൂന്നാളും നല്ല ടയേർഡായിരുന്നു. വെയിലത്തൊക്കെ പോയതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആയിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിത് ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ ദുബായിലേക്ക് എത്തും. അപ്പോൾ ഇപ്പോൾ സമയം 9:45. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അവൾ ഉറക്കമാണ് മുഖ്യം. അപ്പോൾ ഞാൻ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. 10 മണി വരെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിനോട് ബൈ ബൈ. വീണ്ടും വരാം. ഫൈനലി എല്ലാം കഴിഞ്ഞു. പാസ്പോർട്ടും കയ്യിൽ കിട്ടി. ഇനി നമുക്ക് പുറത്തിറങ്ങിയേ വേണ്ടു. ഇങ്ങനെ നമ്മളെ ഷിപ്പിൽ കയറണം എന്നുള്ള ആഗ്രഹവും ഒരു രാജ്യത്തിൻ്റെയും കൂടെ സാധനം ഫീൽ ചെയ്തു. എക്സ്പീരിയൻസ് അതാണ്. നല്ല രസമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ലൈഫിൽ പറ്റുമെങ്കിലും ഒരു ടൈമെങ്കിലും ഒറ്റ പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മൂവ്മെന്റ് അറിയാലോ ഷിപ്പിൽ നടക്കുമ്പോൾ ചെറുതായിട്ട് ചില സമയത്ത് അറിയാം, കുറച്ച് നാളുകൾ അറിയാം, അല്ലാണ്ട് കുറച്ച് ചെറുതായിട്ട് അറിയാം. പക്ഷെ നല്ല ഒരു മാക്സിമം 3 days. അതെ, 2 night 2 night ഒരു ഡേയും എടുത്താൽ മതി. അതെ. പിന്നെ പാക്കേജ് എല്ലാം നമുക്ക് മടുക്കും. ഒരു ദിവസം അധികം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് മടുക്കും. കാരണം ഫുഡ് സെയിം ഫുഡ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കത് മടുക്കും. സോ ഇതിപ്പോൾ ഞങ്ങൾ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്യും. എന്നിട്ടോ എക്സ്പീരിയൻസ് പറയും. എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. 2 night അതെ, ഫുഡെല്ലാം നമുക്ക് നല്ലോണം മടുക്കും. ഫുഡാണ് മെയിൻ പ്രശ്നം. നമുക്ക് 100ഓളം ഡിഷ് കിട്ടുമെങ്കിലും സെയിം സാധനമാണ് എല്ലാ ദിവസവും റിപ്പീറ്റ് അടിക്കുന്നത്. അപ്പോൾ ഈ 100 നമുക്ക് കഴിക്കാൻ പറ്റൂല. ഒന്നിച്ച് തന്നെ ഒരു 5 ട്രിപ്പ്, ഒറ്റ ട്രിപ്പിൽ 5 എടുത്താൽ അതേ സാധനം പിന്നെ നമുക്ക് റിപ്പീറ്റ് അടിക്കാൻ പറ്റും. അതെ, എല്ലാം
ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അല്ല, ടേസ്റ്റ് ചെയ്യാൻ കഴിക്കാൻ പറ്റുന്ന സാധനമല്ല. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതങ്ങോട്ട് എടുക്കാൻ ചാൻസ് ഇല്ല, കാരണം സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.